അത്രക്കിഷ്ട എനിക്ക് എന്റെ അമ്മേ 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 കിടക്കണോ? കിടക്കണം കിടക്കണം കിടന്നു. അമ്മേ അമ്മേ ബായ്, അവൾക്ക് ബോധം തെളിയുന്നുണ്ട്. ഒടുക്കത്തെ ആയുസ തെളിഞ്ഞു തെളിഞ്ഞു വരും. നീ മരിച്ചില്ല അല്ലേ? നീയും മരിച്ചില്ല, ഞാൻ നിന്നെ കൊന്നിട്ടുമില്ല. പക്ഷേ നീ എന്നെ കൊന്നതാ, എന്നിട്ട് ഞാൻ മരിച്ചില്ല. ഞാനിത് എവിടെയാ? ഈ ബാംഗ്ലൂർ സിറ്റിയില് നീ കാണാത്ത ഒരുപാട് ഗലികളുണ്ട്. അതിലൊരിടത്ത് നിന്നെ ചാക്കിൽ കെട്ടി വലിച്ചെറിഞ്ഞതല്ലേ ഞാൻ? എന്നിട്ട് നീ എങ്ങനെ ജീവനോടെ? നീ എന്നെ മുറിച്ചിട്ട് നോക്ക്, മുറി കൂടി വരും ഞാൻ. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? 1 കോടി രൂപയുടെ കള്ളനോട്ട് നീ എനിക്ക് തന്നു. ഞാനങ്ങ് പെട്ടുപോകുന്നു നീ വിചാരിച്ചു അല്ലടി? ഞാൻ തന്നത് ഒറിജിനൽ നോട്ടാ. നിന്റെ വക്കീലും ആ പോലീസുകാരൻ ചേർന്ന് മാറ്റിയതാ. കള്ളം പറയുന്നോടി ചൂലേ. എവിടെയടി എന്റെ അക്കൗണ്ടിൽ നിന്നെടുത്ത് 1.5 കോടി രൂപ? അത് നിന്റെ മാത്രം അക്കൗണ്ട് അല്ലല്ലോ. നീ എന്റെ കള്ളൊപ്പിട്ട് മാറിയല്ലേ? ഇല്ല, നീ കള്ള് മൂത്തപ്പോ എനിക്ക് ചെക്ക് എഴുതി തന്നതാ. കൊല്ലും തന്നെ ഞാൻ. എത്ര കുടിച്ചാലും എന്താ ചെയ്യുന്നതെന്ന് കൃത്യമായ ബോധ്യമുണ്ട് എനിക്ക്. കൊന്നക്കെട്ട് പായോളെ കൊല്ലടാ, ചാവാൻ എനിക്ക് പേടിയില്ല. കൊല്ലില്ല നിന്നെ. എന്റെ കാശ് തരുന്നവരെ നീ ഈ കസേരയിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. തന്നില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കും. നീ എന്നെ അഴിച്ചു വിട്, നാട്ടിൽ ചെന്നിട്ട് ഞാൻ കാശ് തരാം. നീ എന്റെ അടുത്ത് വേലത്തരൊന്നും എടുക്കരുത്. നിന്നെ നന്നായിട്ട് അറിയാം എനിക്ക്. നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശില്ലേ, അത് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ കാശില്ല. ഉണ്ടാവും. പ്രകാശനെ ഉൾപ്പെടെ നിനക്ക് വേണ്ടപ്പെട്ടവരെ പലരെയും കോണ്ടാക്ട് ചെയ്യും. കാശ് താനേ വരും. അതുവരെ നിനക്ക് പച്ചവെള്ളം തരില്ല ഞാൻ. അയ്യോ അമ്മേ അമ്മേ എന്താ അമ്മേ? അമ്മേ തീരെ വയ്യേ. അയ്യോ അമ്മേ നോക്കമ്മേ. എന്താ എന്തു പറ്റി? എന്തോ അറിയില്ല അമ്മ, ആകെ ആവശ്യമായിക്കൊണ്ടിരിക്കുക. മാറു മാറു, നോക്കട്ടെ നോക്കട്ടെ. മകളാ മകളാ. അമ്മേ അയ്യോ അമ്മേ അമ്മേ അയ്യോ എന്റെ ഹോസ്പിറ്റലിൽ ആക്കണം. മോനെ അമ്മേ മോനെ, എന്താ അമ്മച്ചി? എനിക്കെന്തോ പേടി തോന്നുക മോനെ. മകളമ്മയ്ക്ക് എന്തോ സംഭവിക്കാൻ പോവാ. എന്ത് സംഭവിക്കാൻ പോകുന്നു? മാറിക്കേ അമ്മേ. അമ്മേ അയ്യോ മോനെ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മാറ്റി എന്താടി കിടന്ന് പിടയ്ക്കുന്നേ? സ്റ്റീഫ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. വെറുതെ എന്തിനാ ഒരു വഴക്ക്? വെറുതെ ഒന്നുമല്ല. സജിത്ത് ബായിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിനക്ക് വേണ്ടി ഞാനും എന്തും ചെയ്യും. അത് കളാ, ഈ അടവൊക്കെ എനിക്കറിയാം. അടവൊന്നുമല്ല. ആദ്യം നീ കുറച്ച് വെള്ളം താ, അത് കഴിഞ്ഞ് ഞാൻ നിന്നോട് ചില രഹസ്യങ്ങൾ പറയാം. എനിക്ക് നിന്നെ വേണം. പച്ചവെള്ളം കൊടുക്കരുതെന്നാ സജിത്ത് ബായി പറഞ്ഞിരിക്കുന്നത്. എന്നാലും വെള്ളം കുടിക്കാതെ നീ ചാവണ്ട. നീ കെട്ടുന്നഴിക്ക്. വേണേ വെള്ളം ഞാൻ തരാം. നീ ഒരാണല്ലേ സ്റ്റീഫ? ഒരു പെണ്ണിനെ ഇത്രയ്ക്ക് പേടിയാണോ? കയ്യിലെ കെട്ടഴിച്ചെന്ന് വെച്ച് നിന്നെ പോലെ ഒത്ത ആണിനെ വെട്ടിച്ച് ഞാൻ എവിടെ പോവാനാ? കസേരയെന്ന് എഴുന്നേക്കരുത്. ഇല്ല.
എടീ. നിക്കടി അവിടെ. എടീ. ഓ റൂബി. Just you look at me. Look at my eyes. മെഡിസിന്റെ പ്രോബ്ലം ഒന്നും ഇല്ല ഷീലെ. സംതിങ് ഡിഫറെന്റ്. അതുകൊണ്ട് ഡോക്ടർ സുജനപാൽ ഇങ്ങോട്ട് പ്രിഫർ ചെയ്തത്. നാർക്കോട്ടിക് അനാലിസിസിന് പറ്റിയ ഒരു അവസ്ഥയുണ്ടോ? ഉണ്ടെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ അത് അനലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് നോക്കാം. ആരാ ഇവരുടെ ബൈസ്റ്റാൻഡർ? മാഡം വിളിക്കാം. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? പേടിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കാം. ഡോക്ടർ, ഇതാണ് കൂടെ വന്ന ആള്. ആ, ഡോക്ടർ സുജനപാലൻ തന്ന മെഡിസിൻസിലൊന്നും ഒരു കുഴപ്പമില്ല. റിക്കവറി ആവേണ്ടതായിരുന്നു. എന്ത് സംഭവിച്ചു? അറിയില്ല ഡോക്ടർ. മരുന്നുകൾ കൃത്യമായി കൊടുക്കുന്നുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് പിൽസ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ ഈ മഹിളാമണിക്ക്? ഇല്ല ഡോക്ടർ. ഈ അസുഖം വരുന്നതിന് മുമ്പ് ഒരു മരുന്നും അമ്മ കഴിച്ചിട്ടില്ല. ഷീലെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഉടനെ. ശരി ഡോക്ടർ. ഡോക്ടറെ, അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടോ? നോക്കാം. ലെറ്റ് us try. അച്ഛാ, ഇന്നലെ മുതലേ വിളിക്കുക റൂബിയാന്റെ. അച്ഛനും വിളിച്ചില്ലേ? ഇത് എന്ത് പറ്റിയാവോ? അറിയില്ല മോളെ, എന്തു പറ്റിയെന്ന് അറിയണ്ടേ? ഇപ്പൊ വിളിച്ചപ്പോ സ്വിച്ച് ഓഫാ. ഇനി എന്ത് ചെയ്യും? കൂടെ പോയാൽ മതിയായിരുന്നു. അതിനിടയില ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തിയത്. എന്തു പറ്റി പ്രകാശ? റൂബി വിളിച്ചിരുന്നു എപ്പോഴെങ്കിലും? അവിടെ ചെന്ന് റൂം എടുത്തതിന് ശേഷം വിളിച്ചിരുന്നു. നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഫോൺ കിട്ടിയില്ല. ബെല്ലുണ്ടായിരുന്നു, എടുക്കുന്നില്ല. ഞാൻ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. സംതിങ് റോങ്. ഡെഫിനറ്റ്ലി സംതിങ് റോങ്. ചിലപ്പോഴേ തിരക്കായതുണ്ടാവും. നെവർ. ഞാൻ റീനയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇന്നലെ ചെന്നപ്പോഴല്ലാതെ ഇതുവരെ റൂബി റീനയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് അവൾ കോടതിയിൽ എത്തിയിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ ആന്റി എവിടെ പോയി? അതറിയണം. ബാംഗ്ലൂരാണ്. അവിടെ സജിത്തിന് ഒരുപാട് ആളുകളുണ്ട്. ഒറ്റയ്ക്ക് വിടരുതായിരുന്നു. സജിത്തിന്റെ ശല്യം ഇനി ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു അയാള്. മരിച്ചുപോയെന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു അല്ലേ? അതെ. അതിൽ എത്രമാത്രം വിശ്വാസതയുണ്ടെന്നറിയില്ല. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് സജിത്തിന്റെ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഹീസ് അലൈവ്. ഐ തിങ്ക് സജിത്ത് ജീവനോടുണ്ട്. അതിന് സാധ്യത കുറവാ. അതെനിക്കറിയാം. സംഭവിച്ചതെല്ലാം ഒരു ഏകദേശ രൂപത്തിൽ റൂബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചു കൂടായികയില്ല പ്രകാശ്. സജിത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റൂബിയുടെ ജീവൻ അപകടത്തിലാ. എന്താ ഡോക്ടറെ, ചത്തുപോവോ? വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അബ്ഡോമിനിൽ സാരമായ പരിക്കുകളുണ്ട്. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ ബായ്? ഇവള് ചത്ത എന്റെ കാശ് പോവില്ലേ? നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ. തൽക്കാലം ഫസ്റ്റ് എയ്ഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഉടനെ മാറ്റിക്കോ. ഇല്ലെങ്കിൽ കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരും. എന്ത് ചെയ്യും ബായ്? ഈ അവസ്ഥയിൽ കൈ ഒഴിയുന്ന ബുദ്ധിയല്ല. നീ വണ്ടിയിലേക്ക് എടുത്തിട്ട് ഇവിടെ നാട്ടിലോട്ട് എത്തിക്കാം. സാധാരണ നിലയിലാണെങ്കിൽ ഈ പേഷ്യന്റ് ക്രമേണ സുഖം പ്രാപിച്ചു വരേണ്ടതാണ്. ഡോക്ടർ സുജനപാലനുമായി ഞാൻ സംസാരിച്ചിരുന്നു.
അദ്ദേഹം നിങ്ങളുടെ ഫാമിലിയെ അറിയാവുന്ന ആളാണല്ലേ? അമ്മയുടെ കുടുംബമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. പറഞ്ഞു. അദ്ദേഹം എഴുതി തന്ന മെഡിസിൻസ് എല്ലാം ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേ സുഖപ്പെട്ടു തുടങ്ങിയതല്ലേ? അതെ ഡോക്ടർ, നല്ല മാറ്റം ഉണ്ടായിരുന്നു. സംസാരിച്ചു തുടങ്ങിയതാ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഡോക്ടർ? നിങ്ങളുടെ അമ്മയ്ക്ക് ലഹരി ഉപയോഗിക്കുന്ന ശീലമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഡ്രിങ്ക്സ് അല്ല, ഡ്രഗ്സ്. മയക്കുമരുന്നോ? എന്താ ഡോക്ടർ? ചായ പോലും അമ്മ കടുപ്പം കുറഞ്ഞതേ കഴിക്കാറുള്ളൂ. പാൽക്കഞ്ഞി മാത്രം കുടിക്കുന്ന ശീലോ, മറ്റൊന്നും അങ്ങനെ കഴിക്കാറില്ല. മഹിളാമണിയുടെ രക്തം പരിശോധിച്ചതിന്റെ റിസൾട്ടാണിത്. ബ്ലഡിൽ അമിതമായി ലഹരിമരുന്ന് കലർന്നിരിക്കുന്നു. എങ്ങനെ? അതറിയില്ല. ഒന്നുകിൽ ദിവസവും കഴിക്കുന്ന ആഹാരത്തിൽ, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്നിൽ എന്തിലോ വീര്യം കൂടിയ ലഹരിമരുന്ന് കലർന്നിട്ടുണ്ട്. ആഹാരം ഞാനല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. അധികവും കഞ്ഞി ഊരി കൊടുക്കുകയായിരുന്നു. ഇനിയിപ്പോ മെഡിസിനിൽ എന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടാവോ ഡോക്ടർ? ഡോക്ടർ എഴുതിയിരിക്കുന്നത് 100% പെർഫെക്റ്റ് മെഡിസിൻസാ. എന്തായാലും നിങ്ങൾ ആ ടാബ്ലറ്റ്സ് ഒന്ന് കൊണ്ടുവരൂ. ലാബിലൊന്ന് നോക്കട്ടെ. തൽക്കാലം ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് മാത്രം കൊടുത്താൽ മതി. ശരി ഡോക്ടർ. എന്തായി? ഡോക്ടർ ഈ ക്യാപ്സ്യൂളെല്ലാം അര തുറന്നിട്ടുണ്ട്. മാത്രല്ല ഇതിലെന്തോ ലഹരി മരുന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത് തരം ഡ്രഗ്സാ? ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. ഈ മുഖത്ത് എന്ത് സൗന്ദര്യാണെന്നറിയോ? കുറച്ചു കഴിയുമ്പോ അമ്മ സംസാരിക്കും, ബഹളം വെക്കും, പിന്നെ എന്നെ വഴക്ക് പറയും. അത് കേൾക്കാൻ ഞാൻ എന്റെ കാതോർത്തിരിക്കും. പറയമ്മേ, നീ ചെയ്യുന്ന അത് ശരിയല്ല, ഇത് ശരിയല്ല, ആ പാൽക്കഞ്ഞിക്ക് മധുരം കൂടിപ്പോയി, അങ്ങനെ എന്തേലുമൊക്കെ പറ. അമ്മയുടെ മനസ്സെന്താന്ന് എനിക്കറിയാം. എന്റെയും ഭാഗ്യമാണ് അമ്മ. ഭർത്താവിന് വേണ്ട, മോൾക്ക് അമ്മയെ കാണുകയേ വേണ്ട. എനിക്ക് എന്റെ അഭയും എന്റെ അമ്മയും. സംസാരിച്ചില്ലെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും അമ്മ മനസ്സിൽ വിചാരിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ നീ വലിയൊരാള്, അങ്ങനെയല്ലേ അമ്മ ഇപ്പൊ വിചാരിച്ചത്? ഞാൻ വലിയ ആളാ എന്റെ അമ്മയുടെ അടുത്ത് മാത്രം. ഈ അച്ഛൻ്റെ ഒരു കാര്യം, നടക്കാൻ പോകുമ്പോ വാതിലൊന്ന് ചേർത്തടച്ചിട്ട് പൊക്കൂടെ? അയ്യോ ആന്റി, ആന്റി, ആന്റി എന്ത് പറ്റി? ആന്റി പേടിക്കണ്ട, ചത്തിട്ടില്ല. നിങ്ങളെ എനിക്കറിയാലോ. റൂബിയനെ എന്താ ചെയ്തത് നിങ്ങള്? മോള് പേടിക്കണ്ട, പറയാം. അകത്തേക്ക് വാ, നമുക്കിരുന്ന് സംസാരിക്കാം. വേണ്ട, ഞാൻ വരില്ല, എനിക്ക് പേടിയാ. വാടി ഇങ്ങോട്ട് വരാൻ. ഇവിടെ ഇരിക്കടി, എന്റെ അടുത്ത്. എന്നെ ഒന്നും ചെയ്യല്ല, എനിക്ക് പേടിയാ. മോള് വിളിച്ചത് അങ്കിളേന്നല്ലേ? പേടിക്കണ്ട, അമ്മാവന് അച്ഛന്റെ സ്ഥാന എന്നുവെച്ച് നിന്റെ അച്ഛനായ ഒരു പമ്പര വിഡ്ഢിയുടെ അച്ഛന്റെ സ്ഥാനമല്ല. നല്ല കൊള്ളാവുന്ന റൂബിയെ പോലെ തലതെറിച്ച പെണ്ണുങ്ങളെ കൊല്ലാൻ കരുത്തുള്ളൊരു അച്ഛൻ. ശരിക്കും റൂബി എന്നെ കൊന്നോ? അങ്കിള് പറഞ്ഞില്ലേ, നാടിമിടിപ്പ് നിലച്ചിട്ടില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ജീവൻ നഷ്ടപ്പെടില്ല. എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നേ? അങ്കിളെ എല്ലാരും ദ്രോഹിക്കാറില്ല. പക്ഷെ റൂബി, അവളെ ഇപ്പൊ ഞാൻ കൊന്നില്ലാന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലും റൂബി അങ്കിള് കൊല്ലും. എന്നെയോ? അയ്യോ, മോളെ ഒന്നും നുള്ളി നോവിക്ക് പോലും ഇല്ല അങ്കിള്. പക്ഷേ മോളുടെ അച്ഛൻ പ്രകാശൻ അങ്കിളുടെ കൈകൊണ്ട് തീരും. വിളിക്കവനെ. അവന് വേണ്ടി പണിത് കത്തി കാണിച്ചു കൊടുക്കാനാ. വിളിക്കേ. അങ്കിളെ, അച്ഛൻ നടക്കാൻ പോയിരിക്കുക. വരട്ടെ. അതുവരെ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്നേ. വരട്ടെ. അവനെ കണ്ട്
കണക്ക് തീർത്തിട്ടേ അങ്കിള് പോകുന്നുള്ളൂ. വരട്ടെ. റൂബി 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 എന്തു പറ്റി? റൂബി അച്ഛാ അതാ അങ്കിള്. ജീവിച്ചിരിക്കുന്നു പ്രകാശ. നിനക്ക് എന്നെ കണ്ടിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ? നീ അടിച്ചു കൊന്നെന്നെ ചാക്കി കെട്ടി വലിച്ചെറിയാൻ നീ കാണിച്ച ധൈര്യം സമ്മതിക്കണം. അങ്ങനെ ഒന്നും ചാവില്ല ഈ സജിത്ത്. നീ നീ എങ്ങനെ ജീവിച്ചു വന്നു? മുറിച്ചിട്ടാ മുറി കൂടുന്ന ശരീരമാ ഈ സജിത്തിൻ്റെത്. ചാവില്ല. തല്ലി കൊല്ലാൻ ശ്രമിച്ചാലും തലനാരിഴിക്ക് രക്ഷപ്പെടും. നീ കാണണ്ട, ഇവളുടെ ഈ കിടപ്പ് കാണ്. കൊന്നോ? നീ ഇയാളെ ഇല്ലാതാക്കിയോ? നീ അവളുടെ ആ പൾസും ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് നോക്ക്. ചെറിയൊരു അനക്കുണ്ടാവും. ജീവൻ ബാക്കി വെച്ചല്ലേ? അതും കഷ്ടിയാ. കൊല്ലണമെന്ന് വിചാരിച്ചതാ. പിന്നെ അരപ്രാണം ബാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതും എന്റെ ദയൊന്നുമല്ല. എനിക്കിവള് 2 കോടിയോളം രൂപ തരാനുണ്ട്. അതെനിക്ക് കിട്ടണം. അതുവരെ ഇവള് ജീവനോടെ ഉണ്ടാവും. അച്ഛാ, റൂബിയാനെ രക്ഷിക്കണം, അതല്ലേ ആദ്യം. അത് തന്നെ ആദ്യം. നീ ഇവളെ കൊണ്ടുപോയി ചികിത്സയ്ക്ക്. എന്നിട്ട് രക്ഷപ്പെടുത്തിയിട്ട് എന്റെ കാശുതാ. ഇല്ലെങ്കില് പെട്ടി പണിയിക്കും ഞാൻ. ഇവൾക്ക് മാത്രമല്ല, നിനക്കും നിന്റെ ഈ അരുമ സന്താനത്തിനും. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ഇത്. വരും ഞാൻ കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാൻ. ടാബ്ലറ്റുകളിൽ ഒന്നിലും കുഴപ്പമൊന്നുമില്ല. ക്യാപ്സ്യൂളാണ് പ്രശ്നം. ആരോ അതിവിദഗ്ധമായി ചതിച്ചിരിക്കുന്നു. കൊല്ലാൻ വേണ്ടി തന്നെ. കൊല്ലാനോ? അതെ. അതൊരു സാധാരണ പ്രോട്ടീൻ ക്യാപ്സ്യൂളാണ്. മറ്റു മെഡിസിൻസുകളെല്ലാം കഴിക്കുമ്പോൾ ശരീരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാ. പക്ഷേ ആ ക്യാപ്സ്യൂൾ എല്ലാം തുറന്നിരിക്കുന്നു. എന്നിട്ട് അതിലെ പ്രോട്ടീൻ പൗഡറിനൊപ്പം വീര്യം കൂടിയ ഹെറോയിൻ മിക്സ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് വീണ്ടും അത് ക്യാപ്സ്യൂളിൽ നിറച്ച് അടച്ച് ഭദ്രമാക്കിയിരിക്കുന്നു. അതാര് ചെയ്തു? അത് കണ്ടുപിടിക്കാൻ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിൽ അറിയിക്കണം. അത് ഹോസ്പിറ്റലിന്റെ കൂടി ആവശ്യമാണ്. ബിക്കോസ് ഇത് ഇവിടെ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ആണ്. നാളെ ഒരു അന്വേഷണം വന്നാല് ഹോസ്പിറ്റലിനെ അത് ബാധിക്കരുത്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പോലീസിനെ ഇൻഫോം ചെയ്യും. പോലീസിൽ അറിയിക്കണം ഡോക്ടർ. അല്ല സുജയ്? അതെ, അറിയിക്കണം. തീർച്ചയായും അറിയിക്കണം. ഇങ്ങനൊരു ക്രിമിനൽ മൈൻഡുള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ? അതോ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാണോ? എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളുണ്ട്. പക്ഷെ അമ്മ എന്റെ കൂടെ ആയിരുന്നില്ലേ? എന്തായാലും പോലീസിൽ അറിയിക്കണം. ഞങ്ങൾ നേരിട്ട് പരാതിപ്പെടണോ? പോലീസിനെ വിളിച്ചു വരുത്താം. അപ്പൊ അവര് പറയും ലീഗൽ ഫോർമാലിറ്റീസ്. ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ഡോക്ടർ. ഓ, റെയർ ഗ്രൂപ്പ് ആണല്ലോ. ബുദ്ധിമുട്ടാവോ? ബ്ലഡ് ബാങ്കിൽ ചോദിച്ചില്ല. പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം. ശരി ഡോക്ടർ. ആരവരുടെ കൂടെ വന്നിരിക്കുന്ന? ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു. ഓ, എനിക്കറിയാം. ഡോക്ടർ, എങ്ങനെയുണ്ട്? ഇതെന്ത് പറ്റിയതായി കുട്ടിക്ക്? കൃത്യമായിട്ട് അറിയില്ല. ബാംഗ്ലൂരായിരുന്നു. തിരിച്ച് ഈ അവസ്ഥയിലെ കൊണ്ടുവന്നത്. ശരീരത്തിൽ വല്ലാതെ ക്ഷതമേറ്റിട്ടുണ്ട്. ഒപ്പം വയറിടിച്ച് എവിടെയോ വീഴുകയും ചെയ്തിട്ടുണ്ട്. പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറഞ്ഞല്ലേ പറ്റൂ. അബോർഷനായി. ബ്ലഡ് വേണ്ടിവരും. അതിവിടെ അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. റൂബിക്ക് മറ്റെന്തെങ്കിലും കുഴപ്പം? റൂബി ഇപ്പൊ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. വയറ്റിലുണ്ടായ കുഞ്ഞിന് ജീവിക്കാൻ വിധിയില്ലായിരിക്കും.